ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് മൂന്നാറിലെ ചലച്ചിത്രാസ്വാദകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി മൂന്നാറിൽ തിയേറ്റർ നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു. മൂന്നാറിൽ തിയേറ്റർ ഇല്ല എന്ന വാർത്ത കഴിഞ്ഞ മാസം കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് ബജറ്റിൽ തിയേറ്റർ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മൂന്നാറിനൊപ്പം കണ്ണൂരിലെ പാലയാടും മറ്റൊരു തിയേറ്റർ നിർമ്മിക്കും. ഏതാനും വർഷങ്ങൾക്കപ്പുറമായിരുന്നു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ അവസാനമായി സിനിമാ പ്രദർശനം നടന്നത്. പഴയ മൂന്നാറിലും നല്ലതണ്ടിയിലും പ്രവർത്തിച്ചു വന്നിരുന്ന 2 സ്വകാര്യ തിയേറ്ററുകൾക്ക് പൂട്ടുവീണതോടെ മൂന്നാറുകാർക്ക് തിയേറ്ററിൽ സിനിമ കാണുകയെന്ന മോഹത്തിനും വിരാമമായി. 1.5 പതിറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും പുതിയൊരു തിയേറ്റർ പിന്നീട് മൂന്നാറിൽ തുറക്കാത്തത് പ്രദേശവാസികളെന്ന പോലെ സഞ്ചാരികളെയും നിരാശയിലാഴ്ത്തുന്നുണ്ട്. എന്നാൽ ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റ് മൂന്നാറിലെ ചലച്ചിത്രാസ്വാദകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ തിയേറ്റർ നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ ജനുവരി 23-ന് കേരള വിഷൻ ന്യൂസ് മൂന്നാറിൽ തിയേറ്ററിലെന്ന വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ തിയേറ്ററിന് തുക അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം കേരള വിഷൻ ചാനലിൽ മൂന്നാറിൽ തിയേറ്റർ ഇല്ലാന്നുകൊണ്ട് ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ ബഡ്ജറ്റിൽ മൂന്നാറിൽ തിയേറ്റർ അനുവദിച്ചതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ മറയൂര്, അടിമാലി, അതുപോലെ കോതമംഗലം ഭാഗത്താണ് ഞങ്ങൾ തിയേറ്റർ നടത്തുന്നത്. അപ്പോൾ മൂന്നാറിൽ തിയേറ്റർ അനുവദിക്കുമ്പോൾ അതുമൂലം നല്ല വികസനം ഉണ്ടാവുകയും മൂന്നാറിൽ ഒരു പുത്തുണർവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള സർക്കാരിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. മൂന്നാറിനൊപ്പം കണ്ണൂരിലെ പാലയാടും മറ്റൊരു തിയേറ്റർ നിർമ്മിക്കും. മൂന്നാറിൽ തിയേറ്റർ വരുന്നതോടെ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും പുത്തൻ ഉണർവാകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.